വനം വകുപ്പിന് കീഴിലുള്ള പെരിയാർ കടുവാ സങ്കേതത്തിൽ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി സംസ്ഥാന ധനകാര്യ പരിശോധനാ വിഭാഗം. വനം മന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ പ്രത്യേക സംഘം പരിശോധന നടത്തിയത്. കണ്ടെത്തലുകളും തുടർ നടപടികളും ഉൾക്കൊള്ളുന്ന റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. 2024 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് പെരിയാറിൽ ധനകാര്യ പരിശോധനാ വിഭാഗം പരിശോധന നടത്തിയത്. പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനിലും പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിലും തേക്കടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലും പരിശോധന നടത്തിയിരുന്നു. പെരിയാർ കടുവാ സങ്കേതത്തിൽ പാർക്ക് വെൽഫെയർ ഫണ്ട് രൂപീകരിച്ചത് സർക്കാരിന്റെ അനുമതി കൂടാതെയെന്ന് റിപ്പോർട്ടിൽ. വിനോദസഞ്ചാര മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ വെൽഫെയർ ഫണ്ടിലേക്ക് വകമാറ്റി ചെലവഴിക്കുന്നത് സർക്കാർ അനുമതിയില്ലാതെ എന്നാണ് പ്രധാന കണ്ടെത്തൽ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പ്രകാരം 2004 വെൽഫെയർ ഫണ്ട് രൂപീകരിച്ച് 20 വർഷം കഴിഞ്ഞിട്ടും സർക്കാരിന്റെ അനുമതി വാങ്ങിയിട്ടില്ല. കടുവാ സങ്കേതത്തിലെ സ്റ്റോറിലേക്ക് നടത്തിയ പർച്ചേസുകളിലും എസ്റ്റിമേറ്റുകളിലും അപാകതകൾ കണ്ടെത്തി. എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കുന്നതിന് സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വനം വന്യജീവി വകുപ്പിലില്ല എന്നും റിപ്പോർട്ടിൽ. വിവിധ ആവശ്യങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് മുൻകൂറായി നൽകിയ പണം തിരിച്ചടയ്ക്കുന്നതിലും വീഴ്ച സംഭവിച്ചെന്നും കണ്ടെത്തി. വനം വന്യജീവി വകുപ്പ് മന്ത്രി മുമ്പാകെ കേരള നോൺ ഗസറ്റഡ് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിലായിരുന്നു പരിശോധന. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.